ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പീഡി സാൽമൺ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ആദ്യ വീഡിയോയ്ക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാളയംപള്ളിയുടെ ഫ്രണ്ടിലാണ്. പിന്നെ നമുക്ക് പോവേണ്ട റൂട്ട് ഇന്ന് നെടുമങ്ങാട് റൂട്ടാണ്. വണ്ടി അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് യൂട്ടേൺ അടിച്ച് പോകണം. അപ്പോൾ നമുക്കെന്തായാലും പോവാം. ഇവിടുന്ന് യൂട്ടേൺ അടിച്ചാണ് പോകേണ്ടത്. നമുക്ക് ഇങ്ങോട്ടാണ് മ്യൂസിയം വരുന്നത്. നമ്മുടെ മ്യൂസിയം എത്തി. പക്ഷേ നടക്കാനൊക്കെ ഒരുപാട് ആളുകളുണ്ട് രാവിലെ. നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അരുവിക്കര ഡാമാണ്. നമ്മളിവിടെ തിരുവനന്തപുരത്ത് തന്നെ ഏകദേശം 15 കിലോമീറ്റർ ഈ ഒരു ഡാമിൻ്റെ ഇങ്ങോട്ട് വരുള്ളൂ. ഇപ്പം സമയം ഏകദേശം 6:30 മണിയായി. പക്ഷേ ഇപ്പോഴും നേരം ഒരുവിധം വെളുത്തിട്ടില്ല. നമുക്കിവിടെ നിന്ന് ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്. ഇനി നമ്മൾ നേരെ പോകേണ്ടത് പേരൂർക്കടയിൽ നേരെ വഴയില്ല. ആ റൂട്ടിൽ നേരെ കരകുളം, അങ്ങനെയാണ് നമ്മൾ അരുവിക്കര ഡാമിലോട്ട് പോകുന്നത്. രാവിലെ പോയി കുറച്ചും കൂടി ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റും. കാരണം അധികം ആളുകളൊന്നും വരാറില്ല. പിന്നെ ഇന്ന് ഒരു ശനിയാഴ്ച ദിവസം കൂടി ആയതുകൊണ്ട് രാവിലെ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ഇനി നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. നമ്മൾ തിരുവനന്തപുരം ജില്ലയിലേക്കുള്ള മിക്ക സ്ഥലങ്ങളിലോട്ടും വെള്ളം സപ്ലൈ ചെയ്യുന്നത് ഇവിടെ അരുവിക്കര ഡാമിൽ നിന്നാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോഴേ അറിയാം അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ. ഇവിടെ നിന്ന് നേരെ ലെഫ്റ്റാണ്. ഇനി അടുത്ത റൈറ്റിലോട്ട്. നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട്. അതുകൊണ്ട് സൗണ്ടിൻ്റെ ക്ലാരിറ്റി എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ നല്ല രീതിയിൽ തന്നെ കാറ്റടിക്കുന്നുണ്ട്. മിക്കവാറും സൗണ്ടിൽ എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട്. മഞ്ഞുണ്ട് രാവിലെ നല്ല. ഇതാണ് കരകുളം പാലം. നമുക്കിനി പാലം കഴിഞ്ഞാണ് അക്കരെ പോകേണ്ടത്. അപ്പം നമുക്ക് എന്തായാലും പോവാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഞ്ഞൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് കരകുളം പാലം. ഇത് കഴിഞ്ഞ് നമുക്ക് നേരെ പോയാൽ മതി. ഈ റൂട്ട് നമ്മൾ നേരെ പോകുന്നത് നെടുമങ്ങാട് റൂട്ടാണ്. നമുക്ക് നെടുമങ്ങാട് പോകേണ്ട. അതിനു മുമ്പ് തന്നെ നമുക്ക് ഡീവിയേഷൻ ഉണ്ട്. അവിടെ നിന്ന് കട്ട് ചെയ്ത് പോകണം. അപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും നേരെ പോവാം. നമുക്ക് ഇവിടെ നിന്ന് റൈറ്റിലോട്ടാണ്. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പം ഇനി ഇവിടെ വന്നിട്ട് റൈറ്റിലോട്ട്. ഇനി നമുക്ക് നേരെ രാവിലെ തന്നെ നല്ല മഞ്ഞുണ്ട്. എന്നാലും അങ്ങോട്ടൊക്കെ നല്ല മഞ്ഞുണ്ട്. ഏകദേശം നല്ല മഞ്ഞ് മൂടി കിടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ടാണ് നമ്മൾ അരുവിക്കര ഡാമിലോട്ട് പോകുന്നത്. ഇതെല്ലാം നല്ല വളവാണ്. അതുകൊണ്ട് നോക്കി വരിക. നമ്മുടെ ആനവണ്ടി ഓടുന്ന റൂട്ടാണ്. ഇത്ര നേരമായിട്ട് ആനവണ്ടി കണ്ടില്ല. അതെന്തായാലും ഈ റൂട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സാധനമുണ്ട്, ഡിപ്പർ. ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ അരുവിക്കര ഡാമിലോട്ട്.
അങ്ങോട്ടൊക്കെ നല്ല മഞ്ഞുണ്ട്. നിങ്ങൾ ക്യാമറയിലൂടെ എത്ര കാണാമെന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ നല്ല മഞ്ഞുണ്ട്. നമുക്ക് ഈ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും പോയാൽ അരുവിക്കര ചെന്ന് കയറാൻ പറ്റും. നമുക്കെന്തായാലും റൈറ്റ് സൈഡിൽ കൂടി പോകാം, അതുവഴിയാണ് കുറച്ചും കൂടി നല്ലത്. ഇതൊക്കെ അരുവിക്കരയുടെ ഭാഗങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ, അതാ വണ്ടിയുണ്ട്, ആന വണ്ടിയാണ്. അവന് പോകേണ്ട സ്ഥലം മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം പതുക്കെ വരിക. കാരണം സൈഡ് ഒതുങ്ങി കൊടുക്കാനും പറ്റില്ല, കാരണം സൈഡ് ഇതുപോലെയൊക്കെയാണ് കിടക്കുന്നത്. അവിടെ നമ്മൾ ചെന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അപ്പോഴേ നമ്മൾ തെന്നി വീഴും. പിന്നെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യേണ്ട സ്പേസൊക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. വണ്ടി നമുക്ക് എവിടെ വേണം കൊണ്ട് പാർക്ക് ചെയ്യാം. നമ്മൾ അതുവഴിയാണ് കറങ്ങി വന്നത്. ഈ പാലം കഴിഞ്ഞ് അപ്പുറം പോയാൽ വെള്ളനാടായി. വെള്ളനാട് റൂട്ടാണ് ആ കാണുന്നത്. അതുവഴിയാണ് നമുക്ക് വെള്ളനാട് പോകാനുള്ളത്. ഇന്ന് നമുക്കിവിടെ കയറാൻ പറ്റില്ല, കാരണം ഇത് 8:30 ആകുമ്പോഴേ തുറക്കുള്ളൂ. പക്ഷെ നല്ലൊരു പാർക്കാണ്. നമുക്കെന്തായാലും നടന്ന് അപ്പർ സൈഡിൽ പോയി നോക്കിയിട്ട് വരാം. ഭഗവതി ക്ഷേത്രമാണിത്. ആണ് ക്ഷേത്രം അങ്ങ് താഴെയാണ് ഇരിക്കണത്. നമുക്കെന്താ റോഡിൽ നിന്നൊക്കെ കാണാൻ പറ്റും. നമുക്കെന്തായാലും ഇവിടുത്തെ വ്യൂ ഒന്ന് നോക്കിയിട്ട് വരാം. മൊത്തം 6 ഷട്ടറുണ്ട്. അതിൽ 5 എണ്ണം ഇപ്പം തുറന്നിട്ടുണ്ട്. അതും ചെറിയ രീതിയിലേ തുറന്നിട്ടുള്ളൂ. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ തിരുവനന്തപുരം ജില്ലയിലേക്കൊക്കെ മെയിനായിട്ട് വെള്ളം കൊണ്ടുപോകുന്ന ഇവിടെ നിന്ന് തന്നെയാണ്. അവിടെയാണ് ക്ഷേത്രം വരുന്നത്. നമുക്ക് അതുവഴി നേരെ ആ പാർക്കിൽ ഇറങ്ങി നിൽക്കുകയായിരുന്നു. പക്ഷേ പാർക്ക് ഇപ്പം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. 8:30 ആകുമ്പോഴേ തുറക്കുള്ളൂ എന്നാണ് പറയണത്. ഇവിടെയാണ് ബലിക്കടവ് വരുന്നത്. അതിനുവേണ്ടി ചെയ്തതാണിത്. അതാണ് ഇങ്ങനെ കെട്ടിത്തിരിച്ചിരിക്കുന്നത്. നമ്മൾ ആ പാലത്തിൻ്റെ അടിയിൽ പോയി അവിടെ നിന്നാണ് മീനിനൊക്കെ തീറ്റിയിടുന്നത്. നമുക്ക് അവിടെയൊക്കെ ഇറങ്ങി നിൽക്കാൻ പറ്റും. ഏകദേശം അതുവരെ നമുക്ക് പോകാൻ പറ്റും. ഇത് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിലെ അരുവിക്കര ഗ്രാമപഞ്ചായത്തിലാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. അരുവിക്കര ഗ്രാമപഞ്ചായത്തിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇതോ അവിടെയായിട്ടാണ് ആ കോവിൽ വരുന്നത്. നമുക്കിനി ഇതിൻ്റെ ഈ കോവിൻ്റെ ബാക്ക് സൈഡിൽ കൂടി ഒരു റോഡുണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ടും കൂടി ഒന്ന് പോയി നോക്കാം. എന്തായാലും ഇതുവഴി നടന്നു പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല, ബൈക്ക് പോകില്ലെന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് നമുക്കെന്തായാലും ഇതുവഴി ഒന്ന് നടന്നു പോയി നോക്കിയിട്ട് വരാം. പക്ഷെ നല്ല രസമുണ്ട്. രാവിലെ വന്നു കഴിഞ്ഞാൽ നല്ല സമാധാനമാണ്, ഒരു കുഴപ്പമില്ല. ഇതാണ് കല്യാണ മണ്ഡപം. നമുക്കെന്തായാലും ഇവിടെ നിന്ന് ഏകദേശം കുറച്ച് ദൂരമുണ്ട്. നമുക്ക് നടന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ കൂടിയൊക്കെ വെള്ളമൊക്കെ വരുന്നുണ്ട്. ഹൈറ്റൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റുണ്ട്. ഇതൊക്കെ പാറകളാണ്. ഈ പാറ തീർന്നാണ് ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ വഴി കിടക്കണത്. ഇവിടെയൊക്കെ വേസ്റ്റുകളൊക്കെ ഒരുപാട് കൊണ്ടിട്ടിട്ടുണ്ട്. പക്ഷേ നോക്കിയും അതും പോകണം, കാരണം എന്തെങ്കിലും കിടന്നാൽ നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം എല്ലാം ഒരേ കളറിലാണ് കിടക്കണത്. ഇവിടെ നിന്ന് ഇത് അങ്ങറ്റം വരെ പോകാൻ പറ്റും.
ഇതിൻ്റെ ലൊക്കേഷൻ നിങ്ങളൊന്ന് നോക്കി ഉണ്ടോ. പണ്ട് കാലത്തൊക്കെ അവരെന്തിനാ ഉപയോഗിച്ച സ്ഥലം ഉണ്ട്. വേരൊക്കെ ഇറങ്ങിയിരിക്കണത് ഈ മരത്തിൻ്റെ വേരാണ് ഇതുവഴി ഇങ്ങനെ പോയിരിക്കണം. കണ്ടോ, അവിടെ ഇത്രയും ദൂരം വന്നപ്പോൾ അവിടെ വരെ നല്ല ഇരുട്ടായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് വെളിച്ചം വന്നു തുടങ്ങി. നമുക്ക് കൊണ്ട് അതുവഴി എന്തായാലും പോകാൻ പറ്റും. നമുക്ക് അതുവരെ പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. കാരണം അതുവരെ മാത്രമേ നമുക്ക് സ്ഥലമുള്ളൂ. പിന്നെ അതുവഴി നമുക്ക് റോട്ടിൽ കയറാൻ പറ്റും. ചിലർക്ക് ഇതുവഴിയൊക്കെ പോകണുണ്ട്. കാരണം ഈ നടന്നതിൻ്റെ ഇതുണ്ട്. കാരണം ഇവിടെ എപ്പോഴും ആൾക്കാർ നടക്കണുണ്ട്. ഇപ്പം രാവിലെ സമയമായിട്ട് ഇങ്ങനെ വലിയതായിട്ട് ആളൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. പക്ഷെ കോവിലിൽ തിരക്ക് കാണും. ഉണ്ട്, ഇതുവരെ നമുക്ക് നടക്കാനുണ്ട്. ഏകദേശം ഇവിടെ ആകുമ്പം ഈ വഴിയിൽ ഇത് പൂർത്തിയാവും. ഇവിടെ ആയപ്പോൾ വഴി പൂർത്തിയായി. ഇതൊക്കെ KSEBയുടെ ഇതാണ്. നമുക്ക് അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യം, അങ്ങോട്ടൊന്നും ഇതില്ല. നമ്മൾ ഇതുവഴിയാണ് വന്നത്. നമ്മൾ ഇതുവഴി വന്ന് അവിടെ ചെന്ന് കറങ്ങിയാണ് നമ്മൾ പോയത്. അപ്പോൾ നമുക്ക് ഇനി തിരിച്ചു പോവാം. നമുക്കിനി എന്തായാലും തിരിച്ചു പോവാം. ഇതുവഴി തന്നെ നമുക്ക് എന്തായാലും പോവാം. അപ്പം തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഉള്ളൊരു നല്ലൊരു സ്പോട്ടാണിത്. അപ്പം വരാൻ വരുന്നത് മാക്സിമം രാവിലെയും വൈകുന്നേരത്ത് വരുന്നതാണ് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു. വൈകുന്നേരത്താകുമ്പോൾ പാർക്കൊക്കെ എന്തായാലും തുറക്കും. കാരണം കുട്ടികളൊക്കെ വരണതുകൊണ്ട് കളിക്കാനൊക്കെ പാർക്ക് എന്തായാലും തുറക്കും. പക്ഷെ മഴ സമയത്തൊന്നും ഇതുവഴി നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം മൊത്തം വെള്ളമായിരിക്കും. അതുകൊണ്ട് മഴ സമയത്തൊക്കെ ഈ വേസ്റ്റ് എല്ലാം ഈ വെള്ളത്തിലായതുകൊണ്ട് നമുക്ക് നടക്കണ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബൈക്ക് ഇതുവഴി വന്നാലും നമുക്കിത് അവിടെ ചെന്നിട്ട് നിൽക്കാനേ പറ്റും. കാരണം സ്റ്റെപ്പ് കയറി പോകണ ദിവസം നടക്കില്ല. അതുകൊണ്ട് നമുക്ക് അതുവരെ പോയിട്ട് പിന്നെ ബൈക്കും കൂടി പിന്നെ തിരിച്ച് പിന്നെയും വരേണ്ടി വരും. മറ്റേ അതിനേക്കാളും ബൈക്ക് അവിടെ വെച്ചിട്ട് നടന്നു വരണതാണ് നല്ലത്. കാരണം പാർക്കിംഗ് ഏരിയ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പ്രത്യേകിച്ച് ഈ ഒരു വഴിയെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങറ്റം വരെ ഉണ്ട്. അത് നല്ലൊരു വ്യൂ. ഇനി ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് കയറി നമുക്ക് എന്തായാലും മോളിൽ പോകണം. മോളിൽ നിന്നുള്ളൊരു വ്യൂവും കൂടി നമുക്ക് എന്തായാലും നോക്കാം. എന്തായാലും മോളിലും കൂടി ഒന്ന് കയറി നോക്കാം. സ്റ്റെപ്പ് കയറാൻ കുറച്ചുണ്ട്. ഇത് അങ്ങ് മുകളിൽ നിൽക്കുന്ന പോസ്റ്റിൻ്റെ അതുവരെ നമുക്ക് കയറാറുണ്ട്. ഡാം അവിടെയാണ് വരണത്. അപ്പുറത്തു നിന്നൊക്കെ വണ്ടി വരണുണ്ട്. അതെല്ലാം ഈ പാലത്തിൽ കൂടിയാണെങ്കിൽ ഇപ്പുറത്തോട്ട് വരണത്. നമ്മളെ വണ്ടി ഇതോ അവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് ക്യാമറ കൂടെ കാണാമെന്ന് പറഞ്ഞു. ഇവിടെ മഞ്ഞ് ഇതുവഴി ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അതും ചെറിയ രീതിയിലേ ഉള്ളൂ, വലിയ രീതിയിലൊന്നുമില്ല. ഇവിടുന്ന് മഞ്ഞ് നല്ല രീതിയിൽ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ആൾക്കാർ അതുവഴിയൊക്കെ നടന്ന് വരണുണ്ട്. എന്താ ബൈക്കൊക്കെ അവിടെ നേരെ ഇതുവഴിയാണ് കയറി പോണത്. എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. നമ്മളെന്തായാലും വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യണം. എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോ കാണാം.